മൂന്ന് ടൈപ്പിലുള്ള അക്കൗണ്ട്സ് ആണ് മെയിനായിട്ട് നമുക്ക് ഉള്ളത്. റിയൽ അക്കൗണ്ട്, പേഴ്സണൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്. റിയൽ അക്കൗണ്ട് എന്ന് പറയുന്നത് അസറ്റിൻ്റെ കേസിൽ മാത്രമായിരിക്കും അപ്ലൈ ചെയ്യുന്നത്. അപ്ലിക്കബിൾ ഫോർ അസറ്റ്സ് ഓൺലി അസറ്റിൻ്റെ കാര്യത്തിൽ മാത്രമായിരിക്കും റിയൽ അക്കൗണ്ട് നമ്മൾ എടുക്കുന്നത്. എക്സാമ്പിൾ, പർച്ചേസ് ഫർണിച്ചർ ബൈ ക്യാഷ്. നമ്മൾ പൈസ കൊടുത്ത് ഫർണിച്ചർ വാങ്ങുന്നു. ഫർണിച്ചർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു അസറ്റാണ്. അപ്പോൾ ഇത് റിയൽ അക്കൗണ്ടുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു എൻട്രിയാണ്. അപ്പോൾ ഫർണിച്ചർ എന്ന് പറയുന്നത് അസറ്റാണ്, ക്യാഷ് എന്ന് പറയുന്നത് അസറ്റാണ്. അപ്പോൾ ഇത് രണ്ടും എന്താണ്? റിയൽ അക്കൗണ്ടാണ്. അപ്പോൾ റിയൽ അക്കൗണ്ടിൻ്റെ റൂൾ എന്ന് പറയുന്നത് ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. അതായത് എന്താണോ നമുക്ക് കിട്ടുന്നത്, അത് നമ്മൾ ഡെബിറ്റ് ചെയ്യും. എന്താണോ പുറത്തോട്ട് പോകുന്നത് അത് നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. ഇവിടെ ഫർണിച്ചർ നമ്മൾ വാങ്ങി. ഫർണിച്ചർ വാങ്ങുമ്പോൾ നമ്മുടെ ബിസിനസ്സിലേക്ക് വരുന്നത് ഫർണിച്ചറാണ്. അതുകൊണ്ട് ഇവിടെ ഫർണിച്ചറിനെ ഞാൻ ഡെബിറ്റ് ചെയ്തു. നമ്മൾ ഫർണിച്ചർ മേടിക്കുമ്പോൾ പൈസ കൊടുത്താണ് മേടിച്ചത്. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്നും പൈസ പുറത്തോട്ട് പോയി. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്തു. ഇതാണ് റിയൽ അക്കൗണ്ട്. പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ആ പേരിൽ തന്നെ ഉണ്ട്, ഇൻഡിവിജ്വൽ കമ്പനി പേഴ്സൺ. അതായത് ഒരു വ്യക്തിയുമായിട്ടോ അല്ലെങ്കിൽ ഒരു സ്ഥാപനവുമായിട്ടോ ബന്ധമുള്ളതിനെയാണ് പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. പർച്ചേസ് ഫർണിച്ചർ ഫ്രം ABC ട്രേഡേഴ്സ്. അപ്പോൾ ഇവിടെ രണ്ട് ടൈപ്പ് അക്കൗണ്ടാണ് വരുന്നത്. ഫർണിച്ചർ മേടിക്കുമ്പോൾ നമ്മൾക്ക് ഫർണിച്ചർ വന്നു എന്ന് കാണിക്കണം. അപ്പോൾ ഫർണിച്ചർ എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് വരും. ഫർണിച്ചർ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിനെ സംബന്ധിച്ച് ഒരു അസറ്റാണ്. അപ്പോൾ ഇത് റിയൽ അക്കൗണ്ടുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു വേർഡാണ്. ABC ട്രേഡേഴ്സ് എന്ന് പറയുന്നത് ഒരു സ്ഥാപനമാണ്. അപ്പോൾ ഇത് എന്ന് പറയുന്നത് പേഴ്സണൽ അക്കൗണ്ടുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. ABC ട്രേഡേഴ്സിന് നമ്മൾ പൈസ കൊടുക്കാനുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ബിസിനസ്സിനെ സംബന്ധിച്ച് ഒരു ലൈബിലിറ്റി ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ റൂൾ എന്ന് പറയുന്നത് ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗീവർ. അപ്പോൾ ഇവിടെ നമ്മൾ ജേണൽ എൻട്രി ആയിട്ട് പാസ് ചെയ്യുന്നത് ഫർണിച്ചർ അക്കൗണ്ട് ഡെബിറ്റ് ടു ABC ട്രേഡേഴ്സ് അക്കൗണ്ട് ക്രെഡിറ്റ്. മൂന്നാമത്തെ അക്കൗണ്ട് എന്ന് പറയുന്നത് നോമിനൽ അക്കൗണ്ട്. ഇതെന്ന് പറയുന്നത് എക്സ്പെൻസും ഇൻകവുമായിട്ട് മാത്രം റിലേറ്റ് ചെയ്ത് വരുന്ന അക്കൗണ്ട് ആയിരിക്കും. എക്സാമ്പിൾ, സാലറി പെയ്ഡ് ബൈ ക്യാഷ്. സാലറി എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസ് ആണ്. അപ്പോൾ ഇത് നോമിനൽ അക്കൗണ്ടുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. ക്യാഷാണ് നമ്മൾ കൊടുത്തത്. ക്യാഷ് എന്ന് പറഞ്ഞാൽ അസറ്റാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അസറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത് റിയൽ അക്കൗണ്ട് ആണ്. അപ്പോൾ ഇവിടുത്തെ റൂൾ എന്ന് പറയുന്നത് ഡെബിറ്റ് ആൾ എക്സ്പെൻസസ് ഓർ ലോസസ്, ക്രെഡിറ്റ് ആൾ ഇൻകംസ് ഓർ ഗെയിൻസ്. അപ്പോൾ നമുക്ക് വന്നിട്ടുള്ള എല്ലാ എക്സ്പെൻസിനെയും നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. നമുക്ക് കിട്ടുന്ന എല്ലാ ഇൻകത്തിനെയും നമ്മൾ എന്ത് ചെയ്യുന്നു? ക്രെഡിറ്റ് ചെയ്യുന്നു. സാലറി എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് ആണ്. ഇവിടെ എക്സ്പെൻസിനെ ഡെബിറ്റ് ചെയ്യണം. അതുകൊണ്ട് സാലറി അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ്.